Hi, welcome all to my new lecture, Lagrangian multiplies. Today, we will discuss about Lagrangian multiplies, which was started, given introduction in the last lecture. The first slide. Here, we are considering the constraint as a function. Generally, if we speak, if you have a function of three independent variables, if that function is an extremum at some point or maxima minima at some point, we can say the first derivative is 0. So, since it is a function of three independent variables, that means dou f by dou x into dx plus dou f by dou y into dy plus dou f by dou z into dz is what df. But independently, dou f by dou x, dou f by dou y are equal to 0 because of this at the maxima minima point. Now, in physical problems, mostly, even if there are three independent variables, actually these three independent variables may not be independent completely, because one of the independent variable may be a function of the other two independent variables because of the presence of constraints. സാധാരണ ഒരു ഫിസിക്കൽ പ്രോബ്ലങ്ങളിൽ XYZ എന്ന് പറയുന്ന മൂന്ന് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടായിരുന്നാൽ പോലും കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ ആ മൂന്ന് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരിക്കുകയും അങ്ങനെ യഥാർത്ഥത്തിൽ ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മൂന്നിൽ നിന്നും രണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. XYZ എന്ന് പറയുന്ന മൂന്ന് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടെങ്കിൽ Z എക്സിൻ്റെ വൈൻ്റെയും ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഇസഡിനെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ കൺസ്ട്രെയിൻസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ, ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ള സമയത്ത് ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാണ് ആ ടെക്നിക്ക് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ വി അസ്യൂം ദ കൺസ്ട്രെയിൻറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് XYZൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഒരു ഫംഗ്ഷനാണ്, അത് 0 ആണ്. ആൻഡ് നൗ ഇഫ് df ഈസ് ഈക്വൽ ടു 0, ഈ ഫംഗ്ഷൻ വീണ്ടും നമ്മൾ df കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദാറ്റ് df ഈക്വൽ ടു 0 എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും, പാർഷ്യൽ ഡെറിവേറ്റീവ് ഉപയോഗിച്ച് ഫൈയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്താൽ d phi ഈസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ പ്ലസ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡി ഇസഡ് എന്ന് കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ വിചാരിക്കുന്നു ഇസഡ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ല എന്ന് നമ്മൾ സങ്കല്പിക്കാം. അപ്പോൾ നമ്മൾ ഈ ഡി ഫൈ ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ മൂന്ന് ടേം ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അതിലെ ഒരു ടേം ഇസഡ് ടേം ഒരു സൈഡിലേക്ക് മാറ്റുമ്പോൾ മൈനസ് കിട്ടും. അപ്പോൾ മൈനസ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡി ഇസഡ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ രണ്ട് ടേം എക്സിൻ്റെ വൈയുടെയും ടേം കിട്ടും. അപ്പോൾ കമ്മിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ നമ്മൾ ഡി എഫിലേക്ക് വരാം. ഡി എഫിലേക്ക് വന്ന് നമ്മൾ ആദ്യം തുടങ്ങി വെച്ചത് ഡി എഫിലാണല്ലോ. ഡി എഫ് സമം ഡി എഫ് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ പ്ലസ് ലാംഡ ഡി ഫൈ. അതാണ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയറിൻ്റെ പ്രത്യേകത. ഈ മൂന്നാമത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, അതായത് ഈ കൺസ്ട്രെയിൻസ് ഉള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, കൺസ്ട്രെയിൻസ് ഉള്ളത് കൊണ്ട് മൂന്നാമത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ നമുക്ക് എങ്ങനെ എഴുതണം? ലാംഡ ഈസ് എ മൾട്ടിപ്ലയർ ഈസ് എ കോഎഫിഷ്യൻറ്റ് ഇൻറ്റു ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ ഇൻറ്റു കൺസ്ട്രെയിൻ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് ഒരു കോഎഫിഷ്യൻ്റാണ്. അതിനെ നമ്മൾ ഫൈയുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ആഡ് ചെയ്യുന്നു, ഡി എഫിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ലാംഡ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ എന്ന് കിട്ടുന്നു. ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ആണ്. ഓക്കെ, ലാംഡയുടെ എക്സ്പ്രഷൻ എഫ് ഇസഡ് ബൈ ഫൈ ഇസഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ആ ഡി എഫ് പ്ലസ് ലാംഡ ഡി ഫൈനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി എഫ് പ്ലസ് ലാംഡ ഡി ഫൈ നോക്കാം. ഡി എഫ് ബൈ പ്ലസ് ലാംഡ ഡി ഫൈ ഈസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സിന് കോമൺ ആയി എടുത്തിട്ടുണ്ട്. അപ്പോൾ ലാംഡ ഡി ഫൈക്ക് പകരം വീണ്ടും ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് വരണമല്ലോ, because d phi is nothing but dou phi by dou x into dx plus like that, but you are multiplying by lambda. അപ്പോൾ lambda into, അപ്പോൾ ഡി എക്സ് കോമൺ ആയിട്ട് എടുത്താൽ ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ലാംഡ ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ്
dou f by dou y plus lambda dou phi by dou y into dy plus dou f by dou z plus lambda dou phi by dou z into dx എന്ന് കിട്ടും. dz is equal to 0. അങ്ങനെയാണെങ്കിൽ ഡോ എഫ് ബൈ ഡോ ഇസഡ് പ്ലസ് ലാംഡ ഡോ ഫൈ ബൈ ഡോ ഇസഡ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ തേർഡ് ടേം lambda we have to choose Lagrange multiplier such that ആ തേർഡ് ടേം 0 ആകുന്ന രീതിയിൽ നമ്മൾ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ കൺസിഡർ ചെയ്യണം. കാരണം എന്താണ്, ആ മൂന്നാമത്തെ ഇസഡ് എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ആ തേർഡ് ടേം 0 ആകണം. തേർഡ് ടേം 0 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലാംഡ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ അസ്യൂം ചെയ്ത് 0 ആക്കണം. 0 ആക്കിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാംഡ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. കമ്മിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ആ എലിമിനേറ്റ് ചെയ്ത ബാക്കിയുള്ളത് എന്താണ്, ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ലാംഡ ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ പ്ലസ് ലാംഡ ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 0. ശരി, അങ്ങനെയാണെങ്കിൽ നൗ ഡി എക്സ് ആൻഡ് ഡി വൈ ആർ ആർബിട്രറി. അത് ആർബിട്രറി ആയതുകൊണ്ട് അത് 0 അല്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ പാരന്തസിസിൽ ബ്രാക്കറ്റിലുള്ള ടേംസ് 0 ആയിരിക്കും. അതിൻ്റെ അർത്ഥം ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ലാംഡ ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ഈക്വൽ ടു 0 സെപ്പറേറ്റ് ആയിരിക്കാം. ഓർ ഡോ എഫ് ബൈ ഡോ വൈ പ്ലസ് ലാംഡ ഡോ ഫൈ ബൈ ഡോ വൈ ഈക്വൽ ടു 0. അപ്പോൾ ഈ രണ്ട് ടേംസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് ഇക്വേഷൻ, ഈ ഇക്വേഷൻ 10 ആണ് എന്ത്, ഈ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ വാല്യൂ ഡിറൈവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ്. അപ്പോൾ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ലാംഡയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ വി ക്യാൻ എലിമിനേറ്റ് യൂസിങ് ദാറ്റ് വാല്യൂ ഓഫ് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദാറ്റ് ലാംഡ സച്ച് ദാറ്റ് ഇറ്റ് എലിമിനേറ്റ്സ് വൺ ഓഫ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഇസഡ് എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എലിമിനേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിയത്. നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി generalizing. Suppose if all the coefficient of lambda vanishes at dou phi by dou x, dou phi by dou y, dou phi by dou z equal to 0, then it is impossible to solve for. Sometimes ചില സമയത്ത് ലാംഡയുടെ വാല്യൂ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായി വരും. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീമം കേസ് ഡോ ഫൈ ബൈ ഡോ എക്സിൻ്റെ വാല്യൂ എക്സ്ട്രീമം വാല്യൂസിൽ അത് വാനിഷ് ആവുകയാണെങ്കിൽ അങ്ങനത്തെ സമയത്ത് ഈ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. മാത്രമല്ല പിന്നെ വി ഹാവ് എ സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ്, ഒരു കൺസ്ട്രെയിൻസ് കൂടാതെ ഒന്നിൽ കൂടുതൽ കൺസ്ട്രെയിൻസ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ സം ഓഫ് ദിസ് വിൽ ഹാവ് എ ലോട്ട് ഓഫ് സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആൻഡ് ദ സം ഓഫ് ഓൾ ദീസ് ഇക്വേഷൻസ് വിൽ റിപ്രസെൻറ്റ് ദ Lagrange multiplier equations. That means in order to find the Lagrange, so each constraint will have a Lagrange multiplier. So that means we can say dou f by dou xi, where first time when I equal to 1 it means x, I equal to 2 it is y, I equal to 3 it is y, z, like that. Dou f by dou xi plus sigma k dou lambda k dou f dou phi k by dou xi is equal to 0. Where I am using an counter I in order for different independent variables. ഓരോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിന് വേണ്ടി ഓരോ ഐയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. കമ്മിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ആസ് എൻ എക്സാമ്പിൾ വി ആർ യൂസിങ് ടു അപ്ലൈ ഇൻ എ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്. നമുക്കറിയാം ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിൾ ഇൻ എ ബോക്സിൻ്റെ എനർജി എന്ന് പറയുന്നത് E=h² m 1/a² plus 1/b² plus 1/c². If I am taking a box, cubical box, where A, B and C are the length of the edges of the box. അപ്പോൾ നമ്മൾ ഈ ക്വാണ്ടം മെക്കാനിക്കൽ ബോക്സിൻ്റെ എനർജി മിനിമൈസ് ചെയ്യാനാണ് എന്ന് വിചാരിക്കുക. സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ വോളിയം ഇസ് എ കോൺസ്റ്റൻറ്റ്. വോളിയം കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ള കൺസ്ട്രെയിൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് എനർജി മിനിമൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ എനർജി ആണ് മിനിമൈസ് ചെയ്യേണ്ടത്. അപ്പോൾ എനർജി ഈസ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ്. എനർജിയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തിട്ട് 0 ആക്കുക. അപ്പോൾ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എ, ബി ആൻഡ് സി, എ, ബി, സി ഒക്കെ മാറ്റാൻ സാധിക്കും. are variables and you are having one constraint, that is volume is constraint. അങ്ങനെ വോളിയം കൺസ്ട്രെയിൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. വൺ ഓഫ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ലെറ്റ് us see f of a, b, c. Let us having the function. As we know, the quantity which is to be minimized is a function of the three independent variables. Here f of a, b, c, f is a function of the three independent variables. That is what E of a, b, c. And therefore phi of ABC is equal to ABC minus k, where k is a constraint. Constraint equation is written, and that is the expression for constraint equation is ABC minus some constant. K is a constant. Now
we are differentiating first E with respect to A, dou E by dou A. അതായത് ഒന്നാമത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ഉപയോഗിച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. അതായത് ദ ക്വാണ്ടിറ്റി, വേരിയബിൾ ക്വാണ്ടിറ്റി ഇ ആയതുകൊണ്ട് ആ വേരിയബിൾ ക്വാണ്ടിറ്റി ഇനെ ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡോ ഇ ബൈ ഡോ എ പ്ലസ് ലാംഡ ഡോ ഫൈ ബൈ ഡോ എ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലഗ്രാഞ്ച് മൾട്ടിപ്ലയറുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ലാംഡ ഡോ ഫൈ ബൈ ഡോ എക്സ്. അതിന് എക്സിന് പകരം ഇവിടെ എന്ത് വരുന്നു? എ വരുന്നു. അപ്പോൾ ഡോ ഇ ബൈ ഡോ എ പ്ലസ് ലാംഡ ഡോ ഫൈ ബൈ ഡോ എ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എക്ക് വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷ്യേറ്റ് 1/a² ആണ്. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം 1/a² എ റൈസ് ടു -2, സോ ദാറ്റ് ബിക്കം -2 a റൈസ് ടു -3. സോ ദാറ്റ് വിൽ ബിക്കം 2 മുകളിൽ വന്നു. അപ്പോൾ അത് 2ഉം 8ഉം കൂടെ കട്ട് ചെയ്തു, താഴെ 4 ആയി. അപ്പോൾ എ റൈസ് ടു -3 താഴെ പോയാൽ a³ ആയി. ബാക്കി അവിടെ വന്നു ലാംഡ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എ. ഫൈയുടെ എക്സ്പ്രഷൻ എന്താണ്? എ ബി സി മൈനസ് കെ. അപ്പോൾ എ ബി സിയിലെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എ പോയി, പിന്നെ ബി സി മാത്രമേ ഉള്ളൂ. ലാംഡ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ ലാംഡ ഇൻറ്റു ബി സി ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇതേപോലെ ഈ എനർജി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ വീണ്ടും ബിയും സിയും എന്ന് പറയുന്ന രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് കൊണ്ട് വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് വീണ്ടും രണ്ട് ഇക്വേഷൻസ് കിട്ടും. -h²/4mb³ പ്ലസ് ലാംഡ എ സി. അതേപോലെ നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ്? സി കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. അങ്ങനെ ഈ 3 ഇക്വേഷൻസിനെ നമ്മൾ ഫസ്റ്റ് മൾട്ടിപ്ലൈയിങ് ബൈ എ, ഫസ്റ്റ് ബൈ എ, സെക്കൻഡ് ബൈ ബി ആൻഡ് തേർഡ് ഇക്വേഷൻ ബൈ സി. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? എന്നിട്ട് നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ലാംഡ എ ബി സി ഈസ് ഈക്വൽ ടു h²/4ma². ഇതെല്ലാം ഈക്വലായിട്ട് കിട്ടും. അവസാനം നമുക്ക് കിട്ടും ഇത് നമ്മൾ വീണ്ടും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എ സമം ബി സമം സി, അതായത് the relation between the independent variables is they are equal. ആ 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ഈക്വൽ ആകുന്ന സമയത്താണ് ഈ മിനിമം ആകുന്നത്. അപ്പോൾ എനർജി മിനിമം ആകണമെങ്കിൽ ആ ബോക്സ് ക്യൂബ് ആയിരിക്കണം. അപ്പോൾ ഈ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ കൺസെപ്റ്റും വേരിയേഷണൽ മെത്തേഡ് ഉപയോഗിച്ചും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഒരു കണ്ടീഷൻ നമുക്ക്. Hi, welcome all to my new lecture, Lagrangian multipliers. Today we will discuss